കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു രാത്രി മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങളൊരു ചോദ്യോത്തര വീഡിയോയുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. എന്നോടൊപ്പം ഇന്ന് പാനലിലുള്ളത് കർത്താവിന്റെ ദാസൻ ബ്രദർ ബിൽസൺ ബെഞ്ചമിനും പാസ്റ്റർ ജോയ് കെ ജോസഫുമാണ്. ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ പോകുന്ന വിഷയം തിരുവെഴുത്തിലെ ഏറ്റവും ആധികാരികമായ ഒരു വിഷയം എന്നുള്ള നിലയിൽ ക്രിസ്തീയ ആത്മീയ മണ്ഡലത്തിൽ പെന്തക്കോസ്ത് മുതൽ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്നുള്ളത്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നവീന സഭകൾ കുറെ രംഗത്തോട്ട് വന്നിരിക്കുന്നത് സ്നാനം ആവശ്യമില്ല, രക്ഷയ്ക്ക് മാനസാന്തരം മതി, അല്ലെങ്കിൽ രക്ഷയ്ക്ക് ഒരു ഏറ്റുപറച്ചിൽ മാത്രം മതി എന്ന് പഠിപ്പിക്കുന്ന സഭകൾ വളർന്നു വരികയാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യഥാർത്ഥ ഒരു സ്നാനമേ വിശുദ്ധ വേദപുസ്തകം പറയുന്നുള്ളൂ. ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ദൈവം, ഇതാണ് വിശുദ്ധ വേദപുസ്തകം എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം പറയുന്നു. അപ്പൊ ഒരു സ്നാനമുണ്ട്. ആ സ്നാനം ബൈബിളിൽ നമ്മൾ ആദിമ സഭയുടെ ആരംഭത്തിങ്കൽ മുതൽ, അതായത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം മുതൽ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം വരെയും തെളിവായി ഈ സ്നാനം നടത്തി വന്നിരുന്നതും ഏറ്റെടുത്തിരുന്നതുമായ തെളിവോടുകൂടി കാണാൻ സാധിക്കും. തുടർന്ന് വരുന്ന ലേഖനങ്ങളിൽ എബ്രായ ലേഖനം വരെയും സ്നാനത്തെ സംബന്ധിച്ചുള്ള ധാരാളം പരാമർശനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പത്രോസും പെട്ടകത്തിലൂടെയുള്ള നോഹയുടെ രക്ഷ സ്നാനത്തിന് ഒരു മുൻകുറി എന്നും അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ ദൈവസഭ ആരംഭിച്ചിട്ട് ഏതാണ്ട് AD 37 ശേഷമാണ് അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ സാവുൾ എന്ന തർശീശുകാരൻ ക്രിസ്തു വിരോധി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി തീരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഈ ചരിത്രത്തിൽ പറയും പ്രകാരമാണെങ്കിൽ AD 28 കർത്താവിന്റെ ക്രൂശ് മരണം കഴിഞ്ഞു. കാരണം കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് കണക്ക് പറയുന്നത് BC 6-നും 4-നും ഇടയിൽ യേശുക്രിസ്തു ജനിച്ചു എന്നാണ്. അതിൽ നിന്നും 33 വയസ്സ് കൂട്ടുമ്പോൾ AD 28 ചരിത്രമാണ് ഞാൻ പറയുന്നത്. AD 28 യേശുക്രിസ്തുവിന്റെ മരണം. പിന്നീട് 37 വരെയുള്ള വർഷങ്ങളിൽ യേശുക്രിസ്തുവിനെ സൗൾ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ കണ്ടുമുട്ടുന്നത് വരെയും യെരുസലേമിലെ സഭ സ്നാനം കഴിപ്പിച്ചു വന്നിരുന്നു. ഇങ്ങനെ സ്നാനം കഴിപ്പിച്ചു വന്നിരുന്ന സഭ, ആ സഭയിൽ രക്ഷിക്കപ്പെട്ടു വന്ന സാവുൾ തന്നെയും താൻ തന്നെത്താൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനന്യാസിന്റെ വാക്ക് കേട്ട് സ്നാനം കഴിച്ചു എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത്. 22:16 പറയുന്ന, ഇനി താമസിക്കുന്ന എന്തിന്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക എന്ന് അനനിയാസ് സാവുളിനോട് കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ സൗൾ പിൽക്കാലത്ത് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് അപ്പസ്തോലന്മാരുടെ യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട അപ്പസ്തോലിക സഭയുടെ ഉപദേശപ്രകാരം മുന്നോട്ട് പോവുകയും മാത്രമല്ല അപ്പസ്തോലന്മാരുടെ തന്നെ സാക്ഷ്യം പറയുന്നത്, പൗലോസ് താൻ ഒരിക്കൽ മുടിച്ച അതേ വിശ്വാസം പ്രസംഗിക്കുന്നു എന്ന് കേട്ട് അവർ പൗലോസിനെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന്. അപ്പോൾ അപ്പസ്തോലന്മാരെ പഠിപ്പിച്ച ആ ഉപദേശം തന്നെ താൻ പ്രസംഗിക്കുന്നു എന്നുള്ള സാക്ഷ്യം വിശുദ്ധ വേദപുസ്തകം തന്നെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നാനം മനുഷ്യന്റെ രക്ഷയ്ക്ക്, പാപിയായ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് തന്നെ പിശാച് ഏത് വിധേനയും ഒരു വ്യക്തി സ്നാനപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളുമായിട്ട് വരുന്നു. ഇത്തരം സഭകളെ വളർത്തുക എന്നുള്ളത് പിശാചിന്റെ ഒരു ദൗത്യമായതുകൊണ്ട് തന്നെ ഇത്തരം സഭകളിലേക്ക്, കാരണം സ്നാനം എന്ന് പറയുന്നത് നമ്മള് ഒരു ആക്ട് എന്നുള്ള നിലയിൽ, ഒരു കർമ്മം എന്നുള്ള നിലയിൽ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ ആരോട് തീയിൽ ചാടാനോ അല്ലെങ്കിൽ ചെരിപ്പിടാതെ പാറപ്പുറത്തോട് നടക്കാനോ കുരിശെടുത്ത് നടക്കാനോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അത്രയും കഠിനമേറിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ആളുകൾ ചെയ്യും. പക്ഷെ വളരെ സിമ്പിളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണമെന്ന് പറയുമ്പോൾ
അതിന് 100 ന്യായീകരണങ്ങൾ പറയുന്നവരാണ്. ഒരിക്കൽ തളിക്കൽ സ്നാനമേറ്റു, അല്ലെ ആ സഭയിൽ വെച്ച് സ്നാനമേറ്റു, അല്ലെങ്കിൽ പെന്തക്കോസ്തൽ സ്നാനമേറ്റു, അതുകൊണ്ട് ഇനി സ്നാനമേൽക്കുന്നില്ല. മാത്രമല്ല, ഇനി പുതുതായി സ്നാനമേൽക്കാത്തവരെ സംബന്ധിച്ച് സ്നാനം ആവശ്യമേ ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വന്നിരിക്കുന്ന കൂട്ടത്തിൽ ഗേറ്റ് മിനിസ്ട്രീസ് എന്ന പേരിൽ ഒരു ബ്രദർ തോമസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 1 വർഷത്തിനടുത്ത് മുമ്പ്, അദ്ദേഹം കോട്ടയം ശാസ്ത്രി റോഡിൽ ഒരു ഭാഗത്തായിട്ട് ഒരു ആരാധനാലയം തുറന്നു. കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയുള്ള ചില ആളുകളുമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നിരുന്നു. അവരാകട്ടെ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നും പെന്തക്കോസ്റ്റൽ IPC എന്നൊക്കെ വന്ന് ഇവരുടെ കൂട്ടത്തിൽ വന്നു ചേർന്നിരിക്കുക. അപ്പൊ ഇവരുടെ ഉപദേശം വളരെ സിമ്പിളാണ്. രക്ഷ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനി ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് ഉപദേശങ്ങളുടെ ഒരു വിശുദ്ധിയോ ഒന്നും ആവശ്യമില്ല. കൂടി വരിക, ആരാധിക്കുക, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന നന്മയിൽ ഒരു പങ്ക് ഈ തോമസിന് കൊടുക്കുക. തോമസ് ആകട്ടെ ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ മിക്ക ക്ലാസ്സുകളും പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടി, പ്രത്യേകിച്ച് ചോക്കൊക്കെ എടുത്ത് വരച്ചും ഒക്കെയാണ് ആളുകളെ പഠിപ്പിക്കുന്നത്. ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത പല ആളുകളും ബ്രദർ തോമസിന്റെ ഉപദേശം കേട്ട് അതിലേക്ക് വീണു പോകാനുള്ള സാധ്യത വളരെയാണ്. കാരണം സ്നാന നിഷേധികളായിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വചനത്തിന്റെ സപ്പോർട്ടാണ് സ്നാനം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് പരിശോധിക്കുമ്പോൾ ബൈബിളിന്റെ അടിത്തറയിൽ നിന്നും തിരുവെഴുത്തുകൾ പ്രകാരം ഒരു നോളജ് ഇല്ലാത്തവരെ സംബന്ധിച്ച് അദ്ദേഹം വരച്ചു കൂട്ടുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നുന്ന വിധം പഠിപ്പിച്ച് ആളുകളെ അദ്ദേഹത്തിന്റെ വഞ്ചനയിൽ വീഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം ഒരു 100-400 പേര് ഇവിടെ ഒരു കൂട്ടായ്മ അദ്ദേഹത്തിന് കോട്ടയത്ത് തന്നെ ഉണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഭകൾ വളരുന്നതും സത്യം പഠിപ്പിക്കുന്ന സഭകൾ സൃഷ്ടിച്ചു പോകുന്നതും എന്ന് ചോദിച്ചാൽ, അത് വളർത്തുകയും അതിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നത് ദൈവമല്ല, പിശാചാണ്. സത്യസഭ ദൈവവചനത്തിൽ പൂർണ്ണമായും അടിസ്ഥാനപ്പെട്ട് ദൈവിക വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അംഗസംഖ്യ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു, നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് താൻ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന അടയാളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ്. അത്ഭുതങ്ങളും അതുപോലെ അടയാളങ്ങളും ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ യേശുക്രിസ്തു അനേകരുടെ ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തി. മൂന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിത്യജീവനെ കുറിച്ച് പ്രസംഗിച്ചു. 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പലരും ഒടുവിൽ കർത്താവിന്റെ മിനിസ്ട്രിയിൽ നിന്നും പോയി. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് കർത്താവ് 70 ശിഷ്യന്മാർ ഉപദേശത്തെങ്കിൽ ഇടറിയപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അപ്പോൾ നിത്യജീവന് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ഏതാനും ആളുകൾ ഒഴിച്ച് കർത്താവ് ഈ ഭൂമിയിൽ ആരംഭിച്ച മിനിസ്ട്രി, കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോഴേക്കും അംഗസംഖ്യയിൽ ചെറുതായി വരികയാണ് ചെയ്തത്. പിന്നീട് അടയാളങ്ങളോടും അകമ്പടിയോടും കൂടെ ആരംഭിക്കപ്പെട്ട ദൈവസഭ വളർന്നുവെങ്കിലും പിൽക്കാലത്ത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ശരിയായിട്ടുള്ള ദൈവവിശ്വാസവും ശരിയായിട്ടുള്ള ദൈവസഭയും ചുരുങ്ങി വന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഉപദേശത്തിൽ കൂട്ടിയിറക്കുകയും മറ്റൊരു യേശുവിനെയും മറ്റൊരു ആത്മാവിനെയും മറ്റൊരു സുവിശേഷത്തെയും വ്യത്യസ്തമായ നിലകളിൽ പഠിപ്പിക്കുകയും അങ്ങനെ രീതിയിൽ സഭകളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന സഭകൾ വർദ്ധിച്ചു വരികയും, അവിടെയാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്റ്റൽ വരെയുള്ള സഭകളും തുടർന്ന് ഈ കാലത്തുള്ള നവീന സഭകളും പ്രോസ്പെരിറ്റി ചർച്ചുകളും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ ദൈവവചനമില്ല. അപ്പോൾ ദൈവവചനം വാസ്തവമായി പഠിപ്പിക്കുകയും ആ വചനത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സഭ എണ്ണത്തിൽ സൃഷ്ടിച്ചു വരുന്നു എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം നമ്മൾ ആൾ ബലത്തിലും എണ്ണത്തിലും സന്തോഷിക്കുന്നില്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, ചെറിയ ആട്ടിക്കൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഇത്
കർത്താവിന്റെ സഭ ചെറിയ ആട്ടിൻകൂട്ടമാണ്. കർത്താവിന്റെ സഭ ഈ ലോകത്തിന്റെ ആടയാഭരണങ്ങളും ഈ ലോകത്തിന്റെ പ്രീതിയും ഈ ലോകത്തിൽ പ്രശസ്തിയും നേടുന്ന ഒരു സഭയല്ല. കർത്താവിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശം അപ്പസ്തോലികമാണ്. അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ പഴയ നിയമത്തിൽ മുതൽ മോശ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം സംസാരിച്ചു തുടങ്ങുന്ന കാലം മുതൽ മലാഖി പ്രവചനം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവം ഏകദൈവമാണ്. അതേ ഏകദൈവത്തെ തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവായി പിന്നീട് വന്ന അപ്പസ്തോലന്മാര് പഠിപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്തു പോകുന്നത്. അപ്പോൾ അപ്പസ്തോലിക സഭയുടെ ഉപദേശവും ഏകദൈവമാണ്. മാത്രമല്ല ദൈവവചനത്തിൽ പറയുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നു. അപ്പോ അപ്പസ്തോലന്മാരുടെ ഉപദേശവും പ്രവാചകന്മാരുടെ പ്രവചന ഗ്രന്ഥങ്ങളും സാക്ഷീകരിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. ആ ഒരു ദൈവമാണ് വീണ്ടെടുപ്പുകാരനായി വരുന്നതിനെ സംബന്ധിച്ച് ഉൽപ്പത്തി 3:15 മുതൽ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത്. പിന്നീട് തുടർന്ന് വന്ന എല്ലാ നിഴൽ പ്രമാണങ്ങളും അല്ലെങ്കിൽ നിഴൽ ബലികൾ പോലും വരുവാനുള്ള മെസ്സിഹയുടെ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരന്റെ ദൈവം വീണ്ടെടുപ്പുകാരനായി ജഡത്തിൽ വരുമ്പോൾ ചെയ്തു പൂർത്തിയാക്കാൻ പോകുന്ന രക്ഷണീയ പദ്ധതിയെ സംബന്ധിച്ചുള്ള ആഹ്വാനമായിരുന്നു. അത് നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നീയോ ബേത്ലഹേം എഫ്രാത്ത, യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ഉദയം ചെയ്യും എന്നുള്ള പ്രോഫസി നിവർത്തിച്ചുകൊണ്ട് ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് ഗലീല തെരുവോരങ്ങളിൽ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അതേ ഏകദൈവ വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കർത്താവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ട പ്രകാരം ഒരു കാത്തിരുന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി അവർ പ്രസംഗിച്ചു തുടങ്ങിയതും നടത്തിവന്നതുമായ സ്നാനത്തിലൂടെ, പാപമോചനത്തിന് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു സ്നാനത്തിലൂടെ ആരംഭിക്കപ്പെട്ട കൃപായുഗം അല്ലെങ്കിൽ ഗ്രേസ് പീരിയഡ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെയും ഗ്രേസ് പീരീഡ് തുടരും. ഗ്രേസ് പീരീഡ് ആരംഭിക്കപ്പെട്ടത് ബൈബിൾ അടിസ്ഥാന ഉപദേശമായി വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയോടുകൂടിയാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി രക്ഷ സകല മനുഷ്യർക്കും, യഹൂദനെന്നോ ജാതിയെന്നോ യവനനെന്നോ ശമരിയനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കുമായി രക്ഷയുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തുറക്കപ്പെട്ട രക്ഷയുടെ വാതിൽ ആരംഭിക്കപ്പെട്ട പെന്തക്കോസ്ത് മുതൽ ഇന്ന് നാം ഇത് സംസാരിക്കുമ്പോഴും നമ്മൾ ഇരിക്കുന്നത് കൃപായുഗത്തിലാണ്. എന്നാൽ ബ്രദർ തോമസിനെ പോലുള്ള ആളുകൾ ഗ്രേസ് പീരീഡ് ആരംഭിക്കപ്പെട്ടത് പൗലോസ് പ്രസംഗിച്ചു തുടങ്ങിയത് മുതൽ ആണെന്ന് ചാർട്ട് വരച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പൗലോസും പത്രോസും പ്രസംഗിച്ച സുവിശേഷം രണ്ടായിരിക്കണം. അവർ പൗലോസ് ഒരിക്കലെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ സ്നാനത്തിന്റെ ആധികാരികതയെ സംബന്ധിച്ച് ഏറ്റവും അധികം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതുകൊണ്ട് ഞാൻ ഈ മുഖവര ഇവിടെ അവസാനിപ്പിച്ചിട്ട് ബ്രദർ തോമസിൻ്റെതായ ചില വീഡിയോ ക്ലിപ്പിങ്ങുകൾ ഇവിടെ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. തോമസിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ എന്റെ കൈവശം അധികം ഡാറ്റ ഇല്ല. ബ്രദർ വിൽസന് ചില കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്ത് വീഡിയോയോട് അനുബന്ധമായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് സ്നാനത്തെ സംബന്ധിച്ചുള്ള പരസ്പര ചർച്ചയിലേക്ക് പോകാം. ചോദ്യോത്തരം എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമുക്ക് ഈ സ്നാനത്തെ സംബന്ധിച്ച് ദൈവം ഇന്ന് നമുക്ക് ആത്മാവിൽ തരുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു ഡിസ്പെൻസേഷനെ പറ്റിയാണ്. ഈ ഡിസ്പെൻസേഷനെ പറ്റി നമുക്ക് എന്താണ് ആദ്യം പറയാൻ ഉള്ളത് എന്ന് വെച്ച് നമുക്ക് ഈ ഡിസ്കഷൻ ഇവിടെ തുടങ്ങാം. പൗലോസ് കഴിഞ്ഞിട്ടാണ് കൃപയുടെ യുഗം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ആണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം ഈ ഒരു വിഷയം നമുക്ക് ആദ്യം സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടന്നു പോകാം. മതി.
ഞാൻ നമ്മളുടെ ആ ഒരു രീതിയിലുള്ള നമ്മൾ ബൈബിളിനകത്ത് കാണുന്ന ഡിസ്പെൻസേഷനും കൂടെ ഇവിടെ കാണിക്കാം. ഓക്കെ. കാണാൻ സാധിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. സംസാരിച്ചു. നമ്മൾ ഇപ്പോൾ രണ്ട് സ്റ്റില്ല് കണ്ടു. രണ്ട് നമ്മൾ ഇല്ലസ്ട്രേറ്റഡ് ആയിട്ട് വരച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ കണ്ടു. അതിൽ ആദ്യത്തത് ഗേറ്റ് മിനിസ്ട്രീസിന്റെ ബ്രദർ തോമസ് വരച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എറ്റേണിറ്റിയിൽ തുടങ്ങുന്നു, പിന്നെ മോശയുടെ കാലം മുതൽ ലോ പീരീഡ് ആരംഭിക്കുന്നു. ആ ലോ പീരീഡിനോട് അവസാനത്തിൽ എത്തുന്നതിന് മുമ്പ് കാൽവരി ക്രൂസിലെ മരണം കാണിക്കുന്നു. അതിനുശേഷം പൗലോസിന്റെ ആഗമനം വരെ, അല്ലെങ്കിൽ പൗലോസ് അല്ലെങ്കിൽ സാവുൾ, തർശീസുകാരനായ സാവുൾ, ജെറുസലേമിലെ സഭയെ ഉപദ്രവിച്ച് മുടിച്ചു വന്നിരുന്ന സാവുൾ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് വരെയും ന്യായപ്രമാണ യുഗം തുടർന്നു വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കൽ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ് സ്നാനം എന്നുള്ളതാണ് തോമസിന്റെ ടീച്ചിങ്ങിന്റെ ബേസ്. അപ്പം എന്നാൽ പുറജാതി സഭ അല്ലെങ്കിൽ ജെൻഡൈൽ ചർച്ച് ആരംഭിക്കുന്നത് പൗലോസിന്റെ മിനിസ്ട്രി ആരംഭിക്കുന്നതോടുകൂടിയാണെന്നും അത് എൻഡപ്പ് ചെയ്യുന്നത് കർത്താവിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നവരെയാണെന്നും തുടർന്ന് അങ്ങോട്ട് മില്ലേനിയൽ കിങ്ഡം, ട്രിബുലേഷൻ പീരീഡ്, മില്ലേനിയൽ കിങ്ഡം, പിന്നെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, പിന്നെ എറ്റേണിറ്റി. ഇതാണ് ബ്രദർ തോമസിന്റെ ചിത്രത്തിലുള്ള അല്ലെങ്കിൽ തോമസിന്റെ പിന്നെ ഡ്രോയിങ്ങിൽ കാണുന്ന ഒരു കാര്യം. ഇത് ദൈവവചനം അടിസ്ഥാനപരമായി വിശ്വസിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർത്തും പ്രയാസമുണ്ടാക്കുന്ന, എന്നാൽ വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. അതൊരിക്കലും ശരിയായ ഒരു ഡിസ്പെൻസേഷണൽ ടീച്ചിങ് അല്ല. കാരണം കൃപായുഗം ആരംഭിച്ചത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കപ്പെട്ട രക്ഷയോടനുബന്ധിച്ചാണ്. അല്പം മുമ്പ് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇത് ക്രൂസിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നത്, ന്യായപ്രമാണം ക്രൂസിൽ പൂർത്തിയായി എങ്കിൽ എന്തിന് പൗലോസിന്റെ വരവ് വരെയും കാത്തിരിക്കേണ്ടി വന്നു? ക്രൂസിൽ പൂർത്തിയായ ഒരു സംഭവം പിന്നീട് 7 or 8 വർഷങ്ങൾ കൂടി ആവശ്യമായിട്ട് വന്നു പൗലോസ് രംഗത്തോട്ട് വരുന്നിടം വരെയും. അപ്പോൾ ന്യായപ്രമാണ യുഗം യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയിലും ശേഷവും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം യെരൂസലേമിൽ ആരംഭിക്കപ്പെട്ട ദൈവത്തിന്റെ സഭ ശുശ്രൂഷിച്ചു വന്നിരുന്ന കാര്യങ്ങൾ എവിടെ പൗലോസിന്റെ വരവോടുകൂടി അവസാനിച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് വേദപുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ന്യായപ്രമാണ യുഗം പത്രോസിന്റെ കാലഘട്ടം വരെ, അല്ലെങ്കിൽ പൗലോസ് മിനിസ്ട്രി ആരംഭിക്കുന്നവരെയും തുടർന്നു വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമോ? നമുക്ക് അതിനെക്കുറിച്ചൊരു ചർച്ച, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താനുള്ള സമയം. ജോയ് പാസ്റ്റർ ആദ്യം സംസാരിച്ചു. കർത്താവിന് സ്തോത്രം. ഈ തോമസ് ജോർജ് എന്ന് പറയുന്ന ആ ബ്രദർ പറഞ്ഞ പല ഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിന് വിരുദ്ധമാണ്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യായപ്രമാണം എന്ന് അവസാനിച്ചു എന്ന് ബൈബിളിൽ വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു, അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അപ്പം ന്യായപ്രമാണത്തിന്റെ കാലം യോഹന്നാൻ സ്നാപകൻ വരെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ
ഇദ്ദേഹം പഠിപ്പിക്കുന്നത് പൗലോസ് ലീഗയുടെ കാലം വരെ പൗലോസ് മാനസാന്തരപ്പെട്ട് രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കൃപായുഗം ആരംഭിച്ചതെന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ ദൈവവചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്തവർക്ക് അത് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ 2 കഴ വെട്ടി, ഏക്കോ പൂക്കോ, ഞാൻ 2 കഴ വെട്ടി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ തന്നോട് കൂടെയുള്ളവരൊക്കെ ഏക്കോ പൂക്കോ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ചിന്തയിലുള്ളവരാണെന്ന് താൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന് ആരംഭിച്ചുവെന്നും ന്യായപ്രമാണത്തിന്റെ അവസാനം എന്നായിരുന്നുവെന്നും കൃപയുടെ ആരംഭം എന്നായിരുന്നുവെന്നും വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാൽവരി ക്രൂശിനോടുകൂടി നമുക്കറിയാം, അവിടെയാണ് ഒരു പുതിയ നിയമം ആരംഭിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചെയ്യുവാൻ പോകുന്ന പുതിയ നിയമം എന്ന് പ്രവാചകന്മാർ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാണ്. ആ കാൽവരി ക്രൂശിലെ മരണത്തോടു കൂടി സകലതും നിറവേറ്റപ്പെട്ടു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സ്ഥാപിക്കുവാൻ, ന്യായപ്രമാണത്ത് കഴിയാഞ്ഞതിനെ അത് നിവർത്തിക്കുവാൻ കർത്താവായ യേശുവാണ് ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് സഹോദരൻ തോമസ് ജോർജ് പറഞ്ഞത് തികച്ചും പിശാചിന്റെ പ്രേരണയാൽ തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല. അത് ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും മിക്കവാറും എടുത്താൽ ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇടയ്ക്ക് ചില വാക്കുകൾ താൻ സത്യം പറയുന്നുണ്ടെങ്കിലും ഈ സത്യം പറയുന്ന ആ സത്യവചനത്തോട് കൂട്ടുചേർത്ത് വിഷവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വിഷം പൂർണ്ണമായിട്ട് തനി വിഷം ആർക്കെങ്കിലും കൊടുത്താൽ, തിന്നാൻ കൊടുത്താൽ, അല്ലെങ്കിൽ കഴിക്കാനായിട്ട് കൊടുത്താൽ ആരും കഴിക്കില്ല. എന്നാൽ അത് ആഹാരം എല്ലാവരും ഇഷ്ടപ്പെടുന്ന മധുരമുള്ള ഏതെങ്കിലും ആഹാരത്തിന്റെ കൂടെ ചേർത്ത് കൊടുത്താൽ അവരത് കഴിക്കും. ഇത് വിഷമാണെന്ന് അറിയത്തില്ല. അതേ രീതിയിലുള്ള ഒരു ഉപദേശമാണ് ഈ തോമസ് ജോർജ് എന്ന് പറയുന്ന സഹോദരൻ്റെത്. അതിൽ നിന്ന് ജനങ്ങൾ വിട്ടുമാറുവാൻ ഞങ്ങളുടെ ഈ JCNDSD എന്ന ഗ്രൂപ്പിലെ ഈ സന്ദേശങ്ങൾ ഇടയായി തീരട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ചോദിച്ച ചോദ്യത്തിന് മറുപടി, യോഹന്നാസ്നാപന്റെ കാലം വരെയായിരുന്നു ന്യായപ്രമാണം. അത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ അത് പറയുകയാണ്. ഓക്കെ, ബ്രദർ ബിൽസൺ. താങ്ക് യു. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, അദ്ദേഹം വിട്ടുപോയ ചില കാര്യങ്ങൾ. നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7ഉം 8ഉം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, മോശയുടെ ന്യായപ്രമാണം എഫക്റ്റിൽ വന്നത് അവിടെ മൃഗങ്ങളുടെ രക്തം, അതിൽ കൂടെയാണ്, രക്തത്താലാണ് ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം പ്രവേശിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവിന്റെ രക്തത്താലാണ് പുതിയ ഉടമ്പടി തുടങ്ങുന്നത് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു വലിയൊരു വിഷയത്തെ അവിടെ വിട്ടുകളഞ്ഞു. അപ്പൊ പുതിയ ഉടമ്പടി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അത് കഴിഞ്ഞിട്ട് അവരെ യഹൂദന്മാരായിരിക്കെ ലോകത്തിൽ മൊത്തം കടന്നു പോകുകയും പുതിയ പ്രമാണത്തിന്റെ അനുസരിച്ചുള്ള ശിഷ്യന്മാരെ ആക്കിക്കൊള്ളാനുമുള്ള കാര്യത്തെ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അവർ ഉടനെ കടന്നു പോകരുത് എന്നും പരിശുദ്ധാത്മാവ് അവർ വരുന്നതും വരെ യെരുശലേമിൽ കാത്ത് അവർ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണമെന്നും അവരോട് കൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന ശേഷം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ ഒരൊറ്റ സുവിശേഷമാണ് യഹൂദന്മാരോടും ജാതികളോടും പറയുന്നത്. പിന്നെ രണ്ടാമത് ഇദ്ദേഹം കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗലോസ് മാത്രമാണ് ജാതീയ ഒരു ആൾക്ക് സുവിശേഷം പറഞ്ഞതെന്നുള്ള കാര്യമാണ് വളരെ തെറ്റായിട്ട് പറയുന്നത്. നമ്മൾ കാണുന്നു, അപ്പോസ്തലൻ പ്രവൃത്തി 10-ാം അധ്യായം ആകുമ്പോഴത്തേക്ക് കൊർന്നേലിയസിന് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആ ലഭിച്ച ശേഷവും വെള്ളത്താലുള്ള സ്നാനം അവിടെ കൊടുക്കപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റിപ്പിക്കുന്ന ഒരു സുവിശേഷമാണ്. നമ്മൾക്കറിയാം, ഇന്ന് ഒരു 2 ദിവസം മുമ്പേ നടന്ന ഒരു കാര്യമാണല്ലോ, ഒരു സ്ത്രീ തൻ്റെ
മക്കളുമായിട്ട് ഇപ്പം ഒരു ആത്മഹത്യ ചെയ്ത ഒരു വിഷയം. അതിനകത്ത് നമ്മൾ കാണുന്നു സഭയുടെ ഒരു പെർസിക്യൂഷൻ കാരണമാണ് അവർ തൻ്റെ സ്വന്തം ജീവിതം ഒടുക്കാൻ വേണ്ടി ശ്രമിച്ചതെന്നറിയാം. അപ്പൊ ഈ കാലത്ത് നമുക്കറിയാം പലരും തൻ്റെ സഭയിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷ ലഭിക്കുന്നില്ല എന്നും അവര് അത് വിട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് സ്നാനമെടുക്കേണ്ട, അവർ വെറും കർത്താവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, ഞങ്ങൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് തരാം, നിങ്ങൾ അവിടെ കൊടുക്കുന്ന കാശ് ഇവിടെ തന്നാൽ മതി എന്നുള്ള രീതിയിൽ പല ഓർഗനൈസേഷൻ കടന്നു വരുന്നതിലാണ് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവർ പറയുന്നു മറ്റുള്ള പെന്തക്കോസ്ത് സഭകളിലൊക്കെ പറയുന്ന മാതിരിയുള്ള സ്നാനമൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ കഴിയാം, നിങ്ങളുടെ ദശാംശമൊക്കെ ഇവിടെ തന്നാൽ മതി. അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവർ റഷ്യയിലേക്ക് നയിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വചനപ്രകാരം ഇവിടെ കാണുവാൻ സാധിക്കും. 2 സഭ, 2 കർത്താവ്. ഒരേ കർത്താവാണെങ്കിൽ യഹൂദൻ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ, അതോട് അഡോണായി ആണ്, അത് യഹോവയാണ്. അപ്പം ഒരേ കർത്താവ് ആകാൻ സാധ്യമല്ല. ഒരു അപ്പോസ്തോലനായ ഒരു യഹൂദനാണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിനകത്തും മിസ്മാച്ച് ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ഇനി നമുക്ക് മുന്നോട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഓർഗനൈസേഷന്റെ ചില വിശ്വാസ സംഹിത നമുക്ക് ഒന്ന് കാണാം. അതിൽ കൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും. എല്ലാം ഒരു ഒരു സഭയിൽ നിന്നും വന്നിട്ട് പിന്നെ അതിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് ഇദ്ദേഹം ഒരു CBC ചർച്ച് ഒഹായോ എന്നുള്ള ഒരു ഓർഗനൈസേഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് ആയിരിക്കണം ആദ്യം അദ്ദേഹത്തിനുള്ള ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ വന്നിരിക്കുന്നത്. അവിടുത്തെ വിശ്വാസ സംഹിതയാണ് അദ്ദേഹം ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഒന്ന് കാണാം. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഡോക്ട്രിനൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തൃത്വത്തിലാണ് വിശ്വസിക്കുന്നത്, എന്നാലും ഒരേ കർത്താവ് എന്ന് പറയുന്നു. ബൈബിൾ തന്നെയാണ് എല്ലാത്തിനും ആധാരം എന്ന് പറയുന്നു. ഇറ്റർണൽ ഡെയ്റ്റി ഓഫ് ലോർഡ് ജീസസ്, ഹ്യൂമാനിറ്റി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ നമുക്കറിയാം കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത മറ്റൊരു സഭ. അദ്ദേഹം പറയുന്നു സ്നാനത്തിന്റെ ഇവിടെ ആവശ്യമില്ലെന്ന് പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു വ്യക്തതയുമില്ല. എല്ലാരും പറയുന്ന പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതെന്ന് ഇവരും ക്ലിയർ ആക്കുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു പുതിയ നിയമത്തിൽ സ്നാനം ആവശ്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ബാക്കി ചില കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സഭകളിൽ നിന്നും കോപ്പി ചെയ്തത് തന്നെയാണെന്ന് ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ സ്നാനം ആവശ്യമില്ല എന്ന് വ്യക്തമായിട്ട് ഇവിടെ അവർ പറയുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കുറച്ചു നേരത്തെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം. ക്രിസ്തുവിനാക്കി തീർക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ മധുസപ്പത്തിലും പറയും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇവിടെ ഞാൻ കാണിക്കാം. അതിൽ പറയുകയാണ് കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. ഇവിടെ ഒരേ ഒരു ബാപ്റ്റിസമാണ് പൗലോസപ്പോസ്തലൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് പൗലോസപ്പോസ്തലൻ സ്നാനപ്പെട്ട്, ലിഡിയയുടെ സ്നാനമെന്താ, ഫിലിപ്പിയൻ ജയിലറുടെ സ്നാനമെന്താ, കൊരിന്തിൽ നടന്ന സ്നാനമെന്താ, അപ്പോസ്തല പ്രവൃത്തികൾ 19-ലെ സ്നാനമെന്താ, എന്റെ ആ 1-ാമത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും.
പഴയ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഈ വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, ഒരേ ഒരു ബാപ്റ്റിസമാണ് കർത്താവ് പൗലോസ് കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആ ബാപ്റ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 12-13 പറഞ്ഞിരിക്കുന്ന ബാപ്റ്റിസമാണ് ബൈ വൺ സ്പിരിറ്റ്, ഒരേ ആത്മാവിനാൽ. കണ്ടോ, വി ഓൾ ബാപ്റ്റൈസ്ഡ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ഗ്രേസ് പീരീഡ്. ഈ ഗ്രേസ് പീരീഡിൽ രക്ഷയ്ക്കായി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മ സ്ഥാനം. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്ഥാനപ്പെടുത്തി, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സ്ഥാനപ്പെടുത്തി ക്രിസ്തുവിനാക്കി തീർക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറയും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-5 ഒരേ ആത്മാവിനെ പാനം അധ്യായം അതിന്റെ 5 ഇവിടെ ഞാൻ കാണിക്കാം. അതിൽ പറയുകയാണ്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം. ഇവിടെ ഒരേ ഒരു ബാപ്റ്റിസമാണ് പൗലോസ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ എന്തുകൊണ്ടാണ് പൗലോസ് സ്ഥാനപ്പെട്ടത്, ലിഡിയയുടെ സ്ഥാനം എന്താ, ഫിലിപ്പിയൻ ജയിലറുടെ സ്ഥാനം എന്താ, കൊരിന്തിൽ നടന്ന സ്ഥാനം എന്താ, അപ്പോസ്തല പ്രവൃത്തികൾ 19 സ്ഥാനം എന്താ, എന്റെ ആ 1ാമത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പഴയ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ വിവരിച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഈ വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം, ഒരേ ഒരു ബാപ്റ്റിസമാണ് കർത്താവ് പൗലോസ് കൂടെ നമുക്ക് തന്നിരിക്കുന്നത്. ആ ബാപ്റ്റിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ 12-13 പറഞ്ഞിരിക്കുന്ന ബാപ്റ്റിസമാണ് ബൈ വൺ സ്പിരിറ്റ്, ഒരേ ആത്മാവിനാൽ. കണ്ടോ, വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻടു വൺ ബോഡി. പരിശുദ്ധ ആത്മാവിനാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത് ചേർക്കുന്ന ശുശ്രൂഷയായി ബാപ്റ്റിസം എന്ന് പറയുന്നത്. whether we be Jews or Gentiles, ഇവിടെ യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല. whether we be bond or free, ഇവിടെ നിങ്ങള് എന്താ പറയുന്നത്, ദാസനൊന്നുമില്ല, സ്വതന്ത്രനൊന്നുമില്ല. we are and have been all made to drink into one spirit. ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഒരേ ആത്മാവിൽ നാം സ്നാനം ചെയ്തു വരികയാണ്. ഇവിടെ പറയാണ്, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാണ്, ഒരേ ആത്മാവ്. ഇവിടെ ഒന്നും വെള്ളത്തിലെ സ്നാനമല്ല, ഇത് പരിശുദ്ധാത്മ സ്നാനമായി പറയുന്നത്. ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് മരിക്കുന്നു. കണ്ടോ, ബൈ വൺ സ്പിരിറ്റ്. ഇത് വെള്ളമല്ല, ഇത് സ്പിരിറ്റ്. വൺ സ്പിരിറ്റ്, വി ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻടു വൺ ബോഡി. മനസ്സിലാകുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പൗലോസ് എല്ലാ വാക്യങ്ങളിലും ഈ പറയുന്നത്. കൊലോസ്യ ലേഖനം 2:12. പലരും എന്നോട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം വല്ലപ്പോഴും. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. താങ്കൾ ബൈബിളിൽ ഈ വാക്യം കണ്ടതിനേക്കാൾ ഏറെ ഞാനിത് വായിച്ചിട്ടുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ, പരിശുദ്ധ ആത്മാവിനാൽ അവനോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക. കണ്ടോ, ഇതൊന്നും വെള്ളത്തിൽ മുക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മ സ്ഥാനത്തെ കുറിച്ച് അപ്പോൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. റോമാലേഖനം 6-ാം അതിന്റെ 3-ാം വാക്യം. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. കണ്ടോ, യേശു ക്രിസ്തുവിൽ നിങ്ങളെ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവ് കിട്ടുന്ന പദ്ധതി അല്ല ഇത്, മറിച്ച് പരിശുദ്ധ ആത്മാവിനാൽ സ്നാനപ്പെടുത്തി യേശു ക്രിസ്തുവിനോട് ചേർക്കാതെ. ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചായി പറയുന്നത്. റോമാലേഖന പുസ്തകത്തിന്റെ പഠനമാണ് നാം ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയിലും നടക്കുന്ന തുറന്നൂസിന്റെ പാഠശാല എന്ന വേദപഠന ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയും. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മളെ യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ്, കർത്താവിന്റെ മരണത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്താണ് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റപ്പോൾ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ഇതെല്ലാം പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറയുന്ന റഫറൻസുകളാണ്. ഒരു വിധത്തിൽ നമുക്ക് ഈ അധ്യായങ്ങൾ ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു വെള്ളത്തിന്റെ പ്രതിപാദ്യം ഇവിടെ കിട്ടുന്നുണ്ട്. കാര്യം നമ്മളെ യഹൂദന്റെ ജലസ്നാനത്തിൽ മുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ യഹൂദനുമായിട്ട് സംബന്ധമില്ലാത്തവർ, നമ്മൾ ജാതികളാണ്, നമ്മൾ ഏലിയനേറ്റഡായിട്ട് കിടന്നിരുന്ന ആൾക്കാരാണ്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കർത്താവിന്റെ രക്തത്താണ്. അപ്പം അവിടെ നമ്മൾ കാണുന്നു വളരെ ഒരു വേദനയുള്ള ഒരു രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സുരുക്കി സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ നമുക്ക് അവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. പക്ഷേ പറയുന്നതെല്ലാം സാത്താന്യ വാചകങ്ങളാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം.
അദ്ദേഹം പറഞ്ഞതിനകത്ത് തന്നെ വളരെ ഒരു വിരോധാഭാസം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദനും ജാതികൾക്കും ഒരേ സുവിശേഷമാണെന്ന് ഒരിടത്ത് പറയുകയും നമ്മൾ ജാതികളാണ്, അതുകൊണ്ട് യഹൂദന് കിട്ടിയ സ്നാനം നമുക്ക് കിട്ടണ്ട എന്നും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ പുള്ളിയുടെ ഒരു കോൺട്രഡിക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇത് കേൾക്കുമ്പം നമുക്ക് തോന്നും പറയുന്നതിൽ വലിയ കാതലായിട്ടുള്ള കാര്യമുണ്ടെന്ന് അറിയാം. നമുക്കറിയാം അപ്പോസ്തോല പ്രവൃത്തിയില് അപ്പോസ്തോലന്മാര്, അതും പത്രോസ് തന്നെ ആദ്യം യഹൂദന്മാർക്ക് സ്നാനം കൊടുക്കുകയും പിന്നീട് കൊർണേലിയസിന് സ്നാനം കൊടുക്കുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടതുമായിരിക്കെ ഈ പറഞ്ഞ കാര്യം നമുക്ക് യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന കാര്യവുമായിട്ട് നമ്മൾ ചേർത്ത് നോക്കുമ്പോൾ എന്താണ് നമുക്ക് പറയുവാനുള്ളതെന്നും നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ബ്രദർ വിൽസൺ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ശരിക്കും വാട്ടർ ബാപ്റ്റിസമായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും റോമാലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ സ്നാനത്തിൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുന്നു. നമുക്കറിയാം വാട്ടർ ബാപ്റ്റിസം തുടങ്ങിയ നാൾ മുതൽ ഒരു പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുദ്ധാനവും റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബാപ്റ്റിസം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവിടെ വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ച് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഒരിക്കലും ഒരു ആത്മസ്നാനത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പത്രോസിന്റെ പ്രസംഗത്തിൽ നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ സ്നാനത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നു. കൊർണേലിയസിന്റെ ഭവനത്തിലാകട്ടെ സ്നാനത്തിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടി. പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർക്ക് സ്നാനത്തിന്റെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അവരെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ പത്രോസ് കൂടെയുള്ളവരോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യെരൂശലേമിൽ ആരംഭിക്കപ്പെട്ട സഭ അതെവിടെ പോയി? ആ സഭ യെരൂശലേം കൊണ്ടോ അല്ലെങ്കിൽ കൊർണേലിയസിന്റെ ഭവനം കൊണ്ടോ അവസാനിച്ചോ? പിന്നീട് ജാതികളുടെ സഭ എന്ന് പറയുന്ന വേറൊരു എൻറ്റിറ്റി പൗലോസിന്റെ ശുശ്രൂഷയിൽ ആരംഭിക്കപ്പെട്ടോ? അങ്ങനെയെങ്കിൽ അത് എവിടെ ആരംഭിച്ചു? ഇതൊക്കെ നമ്മുടെ മുമ്പിലെ ചോദ്യങ്ങളാണ്. അത് എഫേസൂസിലാണോ ആരംഭിച്ചത്? അതോ ഏതെങ്കിലും നോൺ ഇസ്രായേൽ പട്ടണങ്ങളിലാണോ ആരംഭിക്കപ്പെട്ടത്? അങ്ങനെയെങ്കിൽ സഭയ്ക്ക് 2 അടിസ്ഥാനമുണ്ടോ? യെരൂശലേമിൽ പത്രോസിനാൽ ആരംഭിക്കപ്പെട്ട സഭ പൗലോസിന്റെ വരവോടുകൂടി അവസാനിച്ചോ? അല്ലെങ്കിൽ ആ സ്നാനം പത്രോസ് കഴിപ്പിച്ച സ്നാനത്തോടുകൂടി ആരംഭിക്കപ്പെട്ടു? കേവലം പത്രോസ് മാത്രമല്ല സ്നാനം കഴിപ്പിച്ചതെന്ന് നമുക്ക് ബൈബിൾ വിശ്വസിക്കുന്ന ആർക്കും ഊഹിച്ചെടുക്കാം. കാരണം അവിടെ മത്തായി ഉണ്ടായിരുന്നു, ശേഷം ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരൊക്കെ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ഒരു സുവിശേഷം പ്രസംഗിച്ചു, ഒരേപോലെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർക്ക് ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു സ്നാനവും ഉണ്ടായിരുന്നു. അപ്പോൾ അവര് സ്നാനം കഴിപ്പിച്ചു. അവരിൽ ചിലർ ജാതീയ പട്ടണങ്ങളിലേക്ക് പോയി അവരെ ജാതീയ പട്ടണങ്ങളിൽ സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് തർക്കമില്ല. അങ്ങനെയെങ്കിൽ പത്രോസിൽ ആരംഭിക്കപ്പെട്ട ശുശ്രൂഷ അത് ദൈവസഭയുടേതല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും? കാരണം ബൈബിൾ പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തു മൂലക്കല്ലായി സഭ പണിയപ്പെട്ടു. അങ്ങനെയെങ്കിൽ ക്രിസ്തു മൂലക്കല്ലായി പണിയപ്പെട്ടു എന്ന് പൗലോസ് എഫേസൂസ് സഭയിൽ സംസാരിക്കുന്ന ഈ സഭ എവിടെ പണിയപ്പെട്ടതിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലന്മാരുടെ പൗലോസ് അപ്പോസ്തലന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭയായിരിക്കണം. പക്ഷെ പൗലോസ് പറയുന്നത് അപ്പോസ്തലന്മാര് പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടു എന്നാണ്. അങ്ങനെയെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രവാചകന്മാരുടെ ലൂടെ ദൈവം ശുശ്രൂഷിച്ച വചനങ്ങളും യെരൂശലേമിലെ അപ്പോസ്തലന്മാരും ചേർന്ന് അവർ രണ്ടുപേരുടെയും കൂടെ ഒരേ കോമൺ അടിസ്ഥാനത്തിൽ, ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭ ആരംഭിക്കപ്പെട്ടതെന്ന് പൗലോസ് സ്വയം പ്രസ്താവിച്ചിരിക്കെ സന്ദർഭത്തിൽ നിന്നും ബൈബിളിൽ നിന്നും പൗലോസിനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ജാതികൾക്ക് മാത്രമുള്ള അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ അങ്ങനെ പരാമർശമുണ്ട്. ജാതികളുടെ അപ്പോസ്തലനാണ് എന്ന് പറയുന്നതിൽ പരാമർശമുണ്ട്. കേവലം ആ പരാമർശം ജാതികളുടേത് മാത്രമാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു വാക്യവും ബൈബിളിൽ ഇല്ലെന്ന് മാത്രമല്ല, പൗലോസ് എഫേസോസിലുള്ള ശിഷ്യന്മാരെ കാണുമ്പോൾ അത് ജാതികളായ ശിഷ്യന്മാരല്ല, അവര് യഹൂദന്മാരാണ്.
യോഹന്നാന്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ പൗലോസ് അവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഏത് സ്നാനമാണ് കൈക്കൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ പിന്നെ യോഹന്നാന്റെ സ്നാനം എന്ന് പറയും. അപ്പോൾ പൗലോസ് പറയുന്ന, യോഹന്നാൻ പറഞ്ഞിരുന്നു എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവൻ വിശ്വസിക്കണമെന്ന്. ഇത് കേട്ട് അവര് യേശുക്രിസ്തുവിനെ സ്നാനം ഏൽപ്പിച്ചു. അപ്പൊ എഫേസോസിലുള്ള സഭക്കാരെ പൗലോസ് സ്നാനം കഴിപ്പിച്ചുവെങ്കിൽ പൗലോസ് ഏത് സ്നാനം കഴിപ്പിച്ചു അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, യോഹന്നാന്റെ സ്നാനം വാട്ടർ ബാപ്റ്റിസം ആണല്ലോ, അതിന് ആർക്കും ഒരു ഡൗട്ടില്ല. അപ്പോൾ വാട്ടർ ബാപ്റ്റിസമേ വേണ്ടെന്ന് പൗലോസ് അവിടെ പറയുന്നില്ല, മറിച്ച് യെരുസലേമിലെ സഭ കഴിപ്പിച്ച എന്ത് സ്നാനമാണോ അതാണ് കഴിക്കേണ്ടതെന്ന് പറയുകയും അവർ സ്നാനം കഴിക്കുകയും പൗലോസ് കൈകൾ വെക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, അല്ലെങ്കിൽ അവർക്ക് ആ വാഗ്ദത്തം കിട്ടി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യം ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിന്തയില്ലാത്ത ആളുകൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബൈബിളിന്റെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണല്ലോ. ഏതൊരു ഉപദേശവും, ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് ഉപദേശം ഉണ്ടായിട്ടുള്ളത് ബൈബിളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. കാരണം വ്യാജമായതിനെ വിശ്വസിക്കാൻ വേണ്ടി ഒരു വ്യാജ ആത്മാവിനെ ദൈവം തന്നെ അവർക്ക് കൊടുക്കുമെന്നാണ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അനീതിയിൽ രസിക്കുന്നവർക്ക്, വ്യാജം വിശ്വസിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവർക്ക്, സത്യവചനത്തെ പരിശോധിക്കാൻ തയ്യാറാവാത്ത ഏതൊരാൾക്കും വ്യാജമായതിനെ വിശ്വസിക്കാൻ ഉള്ള ഒരു ആത്മാവിനെ ദൈവം തന്നെ അവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്നാൽ സത്യത്തെ സ്നേഹിച്ച് പിൻചെല്ലുന്നവർക്ക് സത്യത്തെ മനസ്സിലാക്കാനുള്ള ശരിയായ സത്യത്തിന്റെ ആത്മാവിനെ ദൈവം കൊടുക്കും. ഇദ്ദേഹത്തിന്റെ തന്നെ ആശയങ്ങൾ എടുത്താൽ അദ്ദേഹത്തിന് ഡോക്ടറിൻ സ്ഥാപിക്കാൻ എടുക്കുന്ന ഓരോ പുസ്തകവും അദ്ദേഹത്തിന്റെ വാദഗതികൾക്ക് കോൺട്രഡിക്ടറി ആയിട്ടുള്ള വാദങ്ങളാണ് വെക്കുന്നത്. ബൈബിളിലെ ഒരു പുസ്തകവും ഒരിടത്തും പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്നില്ല. മറിച്ച് സ്നാനത്തെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ പത്രോസ് ആകട്ടെ പൗലോസ് ആകട്ടെ വ്യക്തമായി രണ്ടുപേരും അത് വാട്ടർ ബാപ്റ്റിസം ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല പത്രോസ് തന്റെ അവസാന കാലഘട്ടങ്ങളിൽ താൻ വൃദ്ധനായ ശേഷം എഴുതുന്ന പത്രോസിന്റെ ലേഖനത്തിൽ പോലും വാട്ടർ ബാപ്റ്റിസം ത്തെ കുറിച്ച് പറയുമ്പോൾ നോഹ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചതുപോലെ അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്നവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം വാട്ടർ ബാപ്റ്റിസം ആണ് ഈവൻ നമ്മൾ കുളിക്കാൻ പോലും ഉപയോഗിക്കുന്നത് അഴുക്ക് കളയാൻ. അപ്പൊ എന്നിട്ട് പറയണം അത് അഴുക്ക് കളയാനുള്ള, മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഒരു ക്ലീൻ കൺസൈൻസിന് വേണ്ടി, ഒരു മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന ഈ സത്യത്തെ നിഷേധിക്കാനും അനേകർ ഈ സത്യത്തിലേക്ക് കടന്നു വരാതെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ നവീനവും വ്യാജമായ ഉപദേശങ്ങൾ കുടുങ്ങി നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി പിശാച് വളരെ ബുദ്ധിയോടുകൂടി ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. ഇദ്ദേഹം അതിനുവേണ്ടി എടുക്കുന്ന വചനങ്ങളാകട്ടെ അത് മുഴുവനും ബൈബിളിൽ സ്ഥിരീകരിച്ചിട്ടുള്ള വാട്ടർ ബാപ്റ്റിസത്തെ സംബന്ധിച്ച് ആധികാരികമായ രേഖയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഏക ആത്മാവിനാലാണ് സ്നാനം ഏൽക്കുന്നത്. കറക്റ്റാണ്. അത് യഹൂദനായാലും യവനനായാലും സമരിയനായാലും ജാതിയായാലും എല്ലാവരും ഒരു ബാപ്റ്റിസത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവത്തോടുള്ള അടുത്തുള്ള ജീവിതത്തിൽ ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ കൂടുതലായിട്ട് വരും. പക്ഷെ അതൊരിക്കലും നമ്മുടെ എൻട്രി മെയിൻ ഗേറ്റ് രക്ഷയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയപ്പെട്ടിരിക്കുന്ന പഴയ മനുഷ്യന്റെ മരണവും പഴയ മനുഷ്യന്റെ ശവസംസ്കാരവും പുതിയ മനുഷ്യന്റെ പുനരുദ്ധാനവും അടിസ്ഥാനമായി ഉപയോഗിച്ചിട്ടുള്ള സ്നാനത്തെ നിഷേധിക്കുന്നതല്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മറ്റ് കാര്യങ്ങൾ സംസാരിക്കേണ്ടതിന് ജോയ് പാസ്റ്റർക്കും ബ്രവിൽസിനും സമയമുണ്ട്. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ഇട്ടതല്ലാതെയും ഞാൻ കണ്ടു കുറച്ച് ഭാഗം. അതിനകത്ത് അദ്ദേഹം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ പോലെ ഒരു വനത്തിൽ ചെന്ന് ഗവൺമെന്റിന്റെ സ്ഥലത്ത് ചെന്നിട്ട് തേക്ക് വെട്ടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പഴഞ്ചൊല്ലാണ്. ഏക്കോ പൂക്കോ വിവരമില്ലാത്തൊരു മനുഷ്യൻ വനത്തിൽ ചെന്ന് തേക്കാണ് വെട്ടിയത്. തന്നോട് അധികാരികൾ ചോദിച്ചപ്പോൾ നീ എന്തിനാ തേക്ക് വെട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഏക്കോ പൂക്കോ ഞാൻ 2 കയ വെട്ടി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ അത് അദ്ദേഹത്തിനിട്ട് തന്നെ ഉള്ള ഉപദേശം അദ്ദേഹം കൊടുത്തിരിക്കുക. കാരണം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ മുഴുവൻ ബഹുമാനപ്പെട്ട ജോസ് ഫർ ഈസുഭാഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിനുള്ള തിരിച്ചടിയാ. വടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയും.
അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്യങ്ങളും പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെക്കുറിച്ചല്ല ആ വാക്യങ്ങളൊന്നും. എന്നാൽ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ വെള്ളത്താൽ ഉള്ള ജനനമുണ്ട്, ആത്മാവിനാലുള്ള ജനനമുണ്ട്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വെള്ളത്താലുള്ള സ്നാനമുണ്ട്, ആത്മാവിനാലുള്ള സ്നാനമുണ്ട്. ഇത് രണ്ടും വിവേചിച്ച് പഠിക്കാൻ ഈ ഏക്കോ പൂക്കോ തിരിച്ചറിയാത്ത ഈ സഹോദരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥ. സത്യത്തിൽ ബൈബിളിൽ പഠിപ്പിക്കുന്നത് എന്താ? അത് തന്നെയല്ല അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇത് ജാതികൾക്ക് വേണ്ടി ഉള്ളതല്ല, യഹൂദന് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൂടാതെ അദ്ദേഹം പറയുന്നത്, ഇത് നിങ്ങൾ ഇത് ജാതികളോട് പറയണ്ട, ജാതികളെടുക്കൽ ഈ കാര്യങ്ങൾ പറയണ്ട, ഇത് ഇസ്രായേൽ ജനത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെന്ന് പറയുവാനാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഭാഗം. അങ്ങനെയെങ്കിൽ അത് എപ്പോൾ സംഭവിച്ചു? ജാതികളുടെ അടുക്കൽ നിങ്ങൾ ഇപ്പോൾ പോകണ്ട എന്ന് പറയുന്നത് കൃപായുഗം ആരംഭിക്കുന്നതിന് മുന്നമേയാണ്. അല്ലെങ്കിൽ രക്ഷയുടെ പദ്ധതി കാൽവരി ക്രൂശിലെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് താൻ വിളിച്ച ശിഷ്യന്മാരോട് അത് പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകണ്ട. കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്ക്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളുടെ അടുക്കലും ചെന്ന് പറയാനാ പറഞ്ഞിരിക്കുന്നത്. ജാതികളുടെ അടുക്കൽ പോകണ്ട എന്ന് പറഞ്ഞ അതേ കർത്താവ് കൃപായുഗത്തിൽ ജാതികളുടെ അടുക്കൽ പോകാൻ പറയുന്നു. അപ്പോൾ ജാതികളെ, അത് തന്നെയല്ല യേശു ക്രിസ്തു സ്നാനത്തിന് ഒരു നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. ആ സ്നാനത്തിന്റെ നല്ല മാതൃക എന്നുള്ളത് വെള്ളത്തിൽ തന്നെ ഇറങ്ങി സ്നാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു നമുക്ക് എല്ലാറ്റിനും ഒരു മാതൃകയാണ്. അപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ അപ്പോൾ നിന്നാൽ സ്നാനമേൽക്കേണ്ട ഞാൻ ആണെന്ന് യോഹന്നാൻ പറയുമ്പോൾ, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിറവേറ്റണം. ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയാണ് ദൈവനീതി നിറവേറ്റേണ്ടത്. ആത്മസ്നാനം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന, ജനങ്ങളെ തെറ്റായി ചിന്തിപ്പിക്കുന്ന ഈ സഹോദരന്റെ ഉപദേശം പൈശാചിക ഉപദേശമാണ്. അദ്ദേഹത്തിന്റെ ഗേറ്റ് സ്വർഗത്തിലേക്കുള്ള ഗേറ്റ് അല്ല, ആ ഗേറ്റ് നരകത്തിലേക്കുള്ള ഗേറ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ പോയാൽ ദൈവജനത്തിന് ഘടകവിരുദ്ധം. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയണ്ടല്ലോ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. പറയുക മാത്രമല്ല, യേശു അതിന് മാതൃകയും കാണിച്ചു. യേശു തന്ന മാതൃകയെ, വെള്ളത്തിൽ സ്നാനമേറ്റ് ആ മുഴുകൽ സ്നാനമേറ്റ മാതൃകയെ നിഷേധിക്കാൻ ഒരു പിശാചിന് മാത്രമേ കഴിയൂ. ഈ സ്നാനം എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശത്തിൽ ഒന്നാണ്. ഒന്നാമത് മാനസാന്തരമാണ്. ഈ പരിശുദ്ധാത്മാവ് കിട്ടുന്നത് എങ്ങനെയാണെന്നും നമ്മൾ കേട്ടു. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് മാനസാന്തരപ്പെടണം. 2, പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെയാണ് ആദിമ സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചപ്പോൾ 3000 പേര് വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേറ്റു. പരിശുദ്ധാത്മാവുള്ള സ്നാനമല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പഠിപ്പിക്കുന്നതെല്ലാം ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അത് തികച്ചും പൈശാചികമാണ്. ഈ പൈശാചി ഉപദേശം കേട്ട് സത്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഗുണമായി തീരട്ടെ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇതിനകത്ത് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഇത് അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ വരുന്നത് ഒരു പുതിയൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷം കൊണ്ട് ഉള്ള പുതിയൊരു മാർക്കറ്റാണിത്. എന്ന് വെച്ചാൽ എപ്പിസ്കോപ്പൽ സഭയിൽ നിൽക്കുന്ന ചിലർക്ക് ഈ ചൊല്ല് ഉള്ള ആരാധന ഇഷ്ടപ്പെടാതെ അവർ വേറെ ഏതെങ്കിലും ആരാധനയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവര് സഭ വിട്ടിട്ട്
എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയിലുള്ള അവർക്കുള്ള സെക്യൂരിറ്റി, അതായത് മക്കളുടെ കല്യാണം, പെരവാസ്തോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വിട്ടിട്ട് പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടും ബിഷപ്പും അവിടുത്തെ കത്തനാരും അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ ചൊല്ലുള്ള ആരാധനയിൽ പോയിട്ടൊരു ഒരുതരം ആത്മീയ ഒരു സുഖം കിട്ടാത്തതുകൊണ്ട് പുതിയൊരു ചെറിയൊരു വല്ലപ്പോഴും 1-2 ആഴ്ചയൊക്കെ പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില ഓർഗനൈസേഷൻസ് ആണ് ഇങ്ങനത്തെയൊക്കെ ഓർഗനൈസേഷൻ. അപ്പൊ ആ ഒരു നീഡിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരൊക്കെ എല്ലാം മുളച്ചു വരുന്നത് ബേസിക്കലി. അപ്പൊ അദ്ദേഹം പറയുന്ന അടിസ്ഥാനപരമായ കാര്യം നമ്മൾ കാണേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വെള്ളത്താലും ആത്മാവാലും. അപ്പൊ ആത്മാവാൽ ജനിച്ചാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നിക്കോദിമോസിനോട് പറയുന്നു, യഹൂദനായ നിക്കോദിമോസിനോട് പറയുന്നു വെള്ളത്താലും ആത്മാവാലും ജനിക്കണമെന്ന് പറയുന്നു. പിന്നെ പത്രോസ് ആ മാതൃക വളരെ വ്യക്തമായിട്ട് പൗലോസ് വരുന്നതിന് മുമ്പേ കാണിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ കണ്ട ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുതിയ ഉടമ്പടി തുടങ്ങിക്കഴിഞ്ഞു. പുതിയ ഉടമ്പടി തുടങ്ങിയപ്പോൾ പഴയ ഉടമ്പടി അവിടെ തീർന്നു എന്നുള്ള കാര്യം അവിടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 7-ഉം 8-ഉം പറയുന്നുണ്ട്. അപ്പം കർത്താവ് ഒരു പ്രാവശ്യം കർത്താവിന്റെ ശരീരത്തിന്റെ ആ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ, പുത്രൻ എന്ന പദവിയിൽ ആ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൃപായുഗം തുടങ്ങുകയാണ്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പരിശുദ്ധാത്മാവ് വരുന്നതോടെ ആ കൃപായുഗത്തിന്റെ പ്രവർത്തനവും തുടങ്ങുകയാണ്. അവിടെ പത്രോസിനെ എണീപ്പിച്ചു കൊണ്ടുപോയിട്ട് കൊർണേലിയസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആദ്യം പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും പരിശുദ്ധാത്മാവ് കൊടുത്തു കഴിഞ്ഞ ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, ഇനി ആർക്കെങ്കിലും ഇവരെ വെള്ളത്താലുള്ള സ്നാനത്തെ നിഷേധിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ജാതികൾക്ക് സ്നാനപ്പെടാനുള്ള അധികാരമില്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയാം. അത് അവിടെയാണ് പറയുന്നത്, വെള്ളത്താൽ അവർക്ക് ഇനി സ്നാനം കൊടുക്കാൻ നിഷേധിക്കാൻ സാധിക്കുമോ? ഇല്ല, അവർക്ക് വെള്ളത്താൽ സ്നാനം കൊടുക്കുന്നു. അപ്പോൾ വെള്ളത്താലുള്ള സ്നാനം അവിടെ കമ്പൽസറി ആണെന്ന് പത്രോസ് അവിടെ കാണിക്കുന്നു. പൗലോസ് 19-ാമത്തെ അധ്യായത്തിൽ കാണിക്കുന്ന സ്നാനം അവിടെ ജാതികൾക്കുള്ളതല്ല. പൗലോസ് ജാതികൾക്കല്ലാതെ യഹൂദന്മാർക്കും സുവിശേഷം പറയുകയും അവർക്ക് സ്നാനം കൊടുക്കുകയും ചെയ്യുന്നുള്ള മാതൃക അവിടെയും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലാണ് പറയുന്നത്, ഒരേ ദൈവം. ആരാണ് ഒരേ ദൈവം? യഹോവയായ ദൈവം തന്നെയാണ്. ആ ദൈവം, ഒരേ കർത്താവ്. ആരാണ് ഈ ഒരേ കർത്താവ്? ക്രിസ്ത്യാനിക്കുള്ള ഒരേ കർത്താവ്. അഡോണായി എന്ന് യഹൂദൻ വിളിക്കുന്ന കർത്താവാണോ ക്രിസ്ത്യാനിയുടെ കർത്താവെന്ന് ക്രിസ്ത്യാനി ചോദ്യം ചെയ്യണം. ഒരേ സ്നാനം. ആരാണ് ഒരേ സ്നാനത്തിന്റെ മാതൃക കാണിച്ചതെന്ന്? പത്രോസിനെ താക്കോല് കൊടുത്ത് നീയാണ് സഭയുടെ നിന്റെ മേൽ പാറമേൽ, അതായത് ആത്മീയ പാറമേൽ ഞാൻ സഭ പണിയെന്ന് പറഞ്ഞപ്പോൾ ആ ആത്മീയ പാറ ആരിൽ കൂടെയാണ് പുറപ്പെട്ടത്? പത്രോസിൽ കൂടെ. ആ പത്രോസിൽ കൂടെ യഹൂദനും യവനനും ഒരുപോലെ സ്നാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ആ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഇനി നിങ്ങൾ 2 കൂട്ടരല്ല, ക്രിസ്തുവിൽ കൂടെ സഭയിൽ ചേർക്കപ്പെട്ട നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അംഗങ്ങളും ഇസ്രായേലിന്റെ പൗരത്വവും ഉള്ളവരാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പര വൈരുദ്ധ്യത്തോടെ വന്ന് വളരെ ചക്കര പുരട്ടി സംസാരിക്കാൻ ഇവരെയൊക്കെ സാത്താൻ ഏബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. വചനത്തിൽ എല്ലാം ഉണ്ട്. ദൈവം കൃപ ചെയ്ത് നിങ്ങൾ ഈ സർവീസ് എടുക്കാൻ പോകുന്നവര് വിചാരിക്കേണ്ടത്, നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ കൂട്ടത്തിലൊക്കെ കടന്നു പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് വെച്ച് നിങ്ങൾക്ക് രക്ഷ ലഭിക്കുവാൻ പോകത്തില്ല. കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ആ സ്നാനത്തിൽ കർത്താവിന്റെ മരണത്തിലേക്ക് നിങ്ങൾ ചേർക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും രക്ഷ പ്രാപിക്കില്ല. കർത്താവിനെ ദൈവവും കർത്താവും എന്ന് ഒരുപോലെ സ്വീകരിക്കുക. ഒരേ ദൈവം, അത് യഹൂദനായാലും യവനനായാലും ജാതി എന്ന് നമ്മൾ വിളിക്കപ്പെട്ടാലും ഒരേ സ്നാനം, ഒരേ ദൈവം, ഒരേ കർത്താവ്. അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവനിലാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്ന് വെളിപ്പെട്ട പുത്രനിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. ഒരേ ശരീരം,
അതിൽ ദൈവത്തിന്റെ സകല ആത്മീയ സമ്പൂർണതയും ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഏക കർത്താവ് എന്ന് പറയുന്നത്. ആ ശരീരത്തിന്റെ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ നാമത്തെ സ്വീകരിക്കുക, ആ നാമത്തിൽ വിശ്വസിക്കുക, ആ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാലേ രക്ഷ വരൂ എന്നുള്ള കാര്യം നമുക്ക് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന മെമ്പേഴ്സിനെ ഓർമ്മിപ്പിക്കാം. താങ്ക് യു. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. ഞാനൊരു ചെറിയ കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുക. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം ബാപ്റ്റിസത്തോടെ ദൈവസഭ ആരംഭിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തും, ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കറിയാം, അന്ന് ബാപ്റ്റിസം എടുക്കുന്നവരിൽ ആരും പുറജാതികളില്ല. പക്ഷെ അവിടെ യഹൂദന്മാർ മാത്രമേ ബാപ്റ്റിസം എടുത്തുള്ളൂ. പക്ഷെ പൗലോസ് വരുവാനുള്ള ജാതികളുടെ രക്ഷയും കൂടെ മുന്നമേ കണ്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് പത്രോസിൽ സംസാരിക്കുകയാണ്, ഇത് ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ പുറത്തുനിന്ന് പിന്നീട് അടുത്തും അകലത്തുമായി ഈ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഏവർക്കും ഈ വാഗ്ദത്തമുണ്ട്. ഈ വാഗ്ദത്തം കിട്ടണമെങ്കിൽ ഇതൊരു കണ്ടീഷണൽ ബാപ്റ്റിസമാണ്, ഇതൊരു കണ്ടീഷണൽ ക്രിയയാണ്. ഈ ക്രിയയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ്? ഒരു പ്രോമിസ് ഉണ്ട്. അത് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം, അപ്പൊ പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പം വാഗ്ദത്തത്തോടുകൂടി ഒരു കൽപ്പനയാണ് പത്രോസ് സംസാരിക്കുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം. ആ സ്നാനം തുടങ്ങിയ സമയത്ത് യഹൂദനായിരുന്നുവെങ്കിലും ദൂരസ്ഥരായി പിന്നീട് വന്നു ചേരാനിരിക്കുക ഇതേ സഭയിലേക്ക് എഫേസ്യ ലേഖനം 2 പറയുന്നത് പോലെ ജാതികളും യഹൂദന്മാരും ഏക ശരീരമാകുമാറ്, ക്രിസ്തുവിൽ ഏക ശരീരമാകുമാറ് ഒരുമിച്ച്, അതായത് കൽപ്പനകളും ന്യായപ്രമാണമായിരുന്ന വേർപാടിന്റെ നടുച്ചുവേർ ഇടിച്ചു കളഞ്ഞ് ഇരു കൂട്ടരും ക്രിസ്തുവിൽ ഏക ശരീരമായി തീർന്നു. അപ്പോൾ അത് യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതിയനാകട്ടെ, ആർക്കും ഈ ബാപ്റ്റിസം കൂടാതെ ഈ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. ഈ ബാപ്റ്റിസം യഹൂദനിൽ തുടങ്ങി സകല ജാതികളും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ മുൻ നിയമിക്കപ്പെട്ട ഈ രക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ ആളും ഈ മാർഗത്തിലേക്ക് വന്ന് ഇതേ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് വരെയും കൃപായുഗം ഉണ്ടായിരിക്കും. കൃപായുഗം പൗലോസിലല്ല ആരംഭിക്കപ്പെട്ടത്. കൃപായുരം ഉപയോഗം അപ്പോസ്തല പ്രവൃത്തി 2:38 ആരംഭിക്കപ്പെട്ടു. ഇന്നും ദൈവകൃപയാൽ ഈ കൃപായുഗം നിലവിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവരോടും ഗേറ്റ് മിനിസ്ട്രീസിൽ അന്ധമായി വിശ്വസിക്കുന്ന അവരുടെ അന്ധവിശ്വാസികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളും ഈ രക്ഷ സ്വീകരിക്കാതെ ബ്രദർ തോമസിനെ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാരണം തോമസ് അവിടെ ചെന്നുപെടുകയില്ല. തോമസ് സ്നാനമേറ്റിട്ടുള്ള വ്യക്തിയായിരിക്കാം, ട്രിനിറ്റി സ്നാനമേറ്റ വ്യക്തിയായിരിക്കാം. എന്നാൽ സ്നാനത്തെ നിഷേധിച്ച് പറയുകയും അനേകരെ സൗജന്യമായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനത്തിലൂടെ പഴയ മനുഷ്യന്റെ മരണവും അടക്കവും പുതിയ മനുഷ്യന്റെ പുതുജനനവും വാഗ്ദത്ത പരിശുദ്ധാത്മാവിനാൽ നിക്ഷിപ്തമാക്കപ്പെട്ട് ദൈവസഭയോട് ദൈവം ചേർക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ ഈ റാപ്ചർ, നിങ്ങൾ പറയുന്ന റാപ്ചറോ പിന്നീട് വരുന്ന മില്ലേനിയൽ കിങ്ഡമോ അതിനുശേഷം വരുന്ന എറ്റേണിറ്റിയോ അവകാശമായിരിക്കുകയില്ല. ഇതേപോലെ പടം വരച്ച് നിങ്ങളെ കളിപ്പിക്കാനും AC ഉള്ള ഹാളിലിരുത്തി നിങ്ങളെ തണുപ്പിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗം ഇവിടെയാണ്. അതുകൊണ്ട് ബ്രദർ കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ ഓർമ്മിപ്പിച്ച ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള അവസരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. തോമസിന്റെ മിനിസ്ട്രി ഗേറ്റ് വേ ടു ഹെവൻ അല്ല, ഗേറ്റ് വേ ടു ഹെൽ ആണ് എന്ന് തീർച്ചയായിട്ടും പറയാം. ജോയ് പാസ്റ്റർ പറഞ്ഞ അത് കൃത്യമാണ്. നരകത്തിലേക്കുള്ള വാതിലാണത്. അത് ജാഗ്രതയോടെ കണ്ടെത്തി മനം തിരിഞ്ഞ് മടങ്ങി വരിക. ആ ഗേറ്റിലേക്ക് കടന്നാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരവ് അസാധ്യമാണ്. അതുകൊണ്ട് മടങ്ങി വരാനുള്ള ഒരവസരമായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കും എന്ന് മാത്രം ഞാൻ പറയാണ്. പ്രൈസ് ദി ലോർഡ്.